എന്താ ഇപ്പോൾ ചെയ്യുക? സ്കൂൾ ഫീസാണെങ്കിൽ കൊടുത്തിട്ടില്ല, കുട്ടീനെ ബസ്സിനാണ് പുറത്തൊക്കെ ചോദിച്ചു, സ്കൂളിൻ്റെ ബസ് പൈസയും കൊടുത്തിട്ടില്ല. എങ്ങനെ ഇപ്പോൾ മോഹൻലാലിനോട് ഇത് പറയാം? പൈസ ആണെങ്കിൽ പരീക്ഷ ഫീസ് കൊടുക്കാൻ കുട്ടികളെ സ്കൂളിൽ പുറത്താക്കും. ബസ്സിൻ്റെ ഫീസും കൊടുത്തില്ല, ഒക്കെ കൊടുക്കില്ല പൈസ. ഞാൻ ചോദിച്ചു നോക്കാം മോഹൻലാലിനോട്. എന്താ ചന്ദ്ര പണിയൊക്കെ ഉടമ്പടിയായി? ഒരാളെ ഇന്ന് കുറച്ച് പൈസ ഏറെ വേണം. അതെന്ന് വെച്ചാലേ പരീക്ഷൻ്റെ ഫീസ് ഞാൻ കൊടുത്തിട്ടില്ല. പിന്നാലെ എൻ്റെ കുട്ടി ബസ്സിനാണ് പോകുന്നത്. കാരണം അതിനൊന്നും വണ്ടികളൊന്നും ഇല്ലേ. അപ്പോൾ സ്കൂൾ ബസ്സിനാണ് പോകുന്നത് എൻ്റെ കുട്ടി. അപ്പോൾ എന്താ വെച്ചാൽ ബസ്സിൻ്റെ ഫീസ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ 2-3 മാസമായി. പിന്നെന്താ വെച്ചാൽ എൻ്റെ കുട്ടീനൊന്ന് ബസ്സിൽ കയറ്റില്ല എന്നപ്പോൾ ഒരു പറയണത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പൈസ എനിക്ക് നേരെ വേണം കേട്ടോ. നിങ്ങൾ തരി, പിന്നെ അങ്ങനെയെങ്കിലും അത് തരാൻ നോക്കി. ചന്ദ്ര, ഈ ആവശ്യം പറഞ്ഞ് ഇതിന് മുമ്പ് എന്നോട് ഒരുപാട് പൈസ ആയിട്ടുണ്ട്. അതെന്താ തിരിച്ചറിയാത്തത്? പിന്നെ എൻ്റെ കുട്ടീൻ്റെ ആവശ്യമില്ലേ, ആ കുട്ടീൻ്റെ ആവശ്യത്തിന് ഫീസ് ഞാൻ തരാം. അമ്മേ ഇങ്ങോട്ട് വന്നേ. അതെ അമ്മ, അച്ഛൻ ഇന്ന് എൻ്റെ സ്കൂളിലേക്ക് വരണ്ട. മുഷിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കും. എന്തൊക്കെ വന്നാലും വേണ്ടില്ല, അച്ഛൻ വരണ്ട, അമ്മ വന്നാ മതി. എന്താ നീ പറഞ്ഞേ? അച്ഛൻ നിന്റെ സ്കൂളിലേക്ക് വരണ്ടാന്നോ? അച്ഛനെ കാണാൻ ഭംഗിയില്ലാന്നോ? അച്ഛന് വൃത്തിയില്ലാന്നോ? എങ്ങനെയാ മോളെ ഇതൊക്കെ പറയാൻ തോന്നുന്നേ? നിന്നെ ഇത്രത്തോളം വലുതാക്കി ഒരു മോളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിന്റെ ഏതെങ്കിലും ആവശ്യം അച്ഛൻ ചെയ്തു തരാണ്ടിരുന്നിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ നീ പഠിച്ചു വരുന്നതിനനുസരിച്ച് ഇതൊക്കെ ചെയ്തു തന്ന ആ പാവം മനുഷ്യനെ പാടില്ല മോളെ, അത് കേട്ടോ, പാടില്ല. അത് വലുതായി വരും തോറും അച്ഛനെയും അമ്മേനെയും ബഹുമാനിക്കാൻ പഠിക്കും, കളിയാക്കാതെ നീ. ചെയ്യാൻ പാടില്ല. അച്ഛനൊക്കെ ഉണ്ടല്ലോ നമുക്ക്, ഇല്ലേ? അച്ഛനല്ലേ മോൾക്ക്? അപ്പൊ അച്ഛനല്ലേ വരണ്ട സ്കൂളിലേക്ക്? ഈ പുസ്തകം, അതുപോലെ ഡ്രസ്സ്, ആഹാരം, അങ്ങോട്ട് പോകാനുള്ള അനുമതി, ഇതൊക്കെ തന്ന അച്ഛന് അങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അപ്പൊ അമ്മയെ അച്ഛനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞാല് ഞാനും വരാം, അല്ലെങ്കിൽ അച്ഛൻ തന്നെ വരും. ഓക്കെ? എനിക്ക് അമ്മ പറഞ്ഞ മനസ്സിലായി, ഞാൻ അങ്ങനെ ഒന്നും പറയില്ല. നല്ല കുട്ടി. അപ്പൊ അച്ഛൻ വരുമ്പോ അച്ഛന്റെ കാല് തൊട്ടിട്ട് മാപ്പ് പറയോ? അങ്ങനെ വിചാരിച്ചതിനും അങ്ങനെ ഇവിടെ പറഞ്ഞതിനും കേട്ടോ. അച്ഛനല്ലേ വരുന്നത്?